എന്ന് കരുതി ഞാൻ എല്ലാം ക്ഷമിച്ചു. പക്ഷേ ഒരുപാടായപ്പോ അമ്മ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയ ഇളയമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല. ഭാവനേച്ചിയോട് സ്നേഹത്തോടെ ഇരുന്ന ഇളയമ്മയ്ക്ക് അതും പ്രശ്ന. നല്ല കുട്ടിയായ കാർത്തികയോട് അതും ഇതും പറഞ്ഞ് അവളെ വഷളാക്കുക. ഇളയമ്മയുടെ വാക്ക് കേട്ട് കാർത്തികയുടെ പെരുമാറ്റം പോലും മാറിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണിയെ പോലും വെറുതെ വിടുന്നില്ലെന്നേ. കൊച്ചുകുട്ടിയാണെന്ന് പോലും നോക്കാതെ അവനെ വഴക്കും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാനായിട്ടും പറ. അതുകൊണ്ടാണോ താൻ റിവേഴ്സ് ആയത്? ഒരു തവണ ഇതുപോലെയൊക്കെ സംസാരിക്കണമെന്ന് വിചാരിച്ചതാ. അതെന്തായാലും നന്നായി. എന്റെ ഇളയമ്മ പേടിച്ചുപോയി. ഏട്ടൻ വേറൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ? ഞാൻ വിചാരിച്ചു. എന്താ വിചാരിച്ച? തന്നോട് കുറച്ചൊന്ന് സൂക്ഷിച്ച് പെരുമാറണം. അല്ലെങ്കിൽ തന്നെ തന്റെ കൈകൾ നല്ല റഫാണല്ലോ. എനിക്കിട്ടെങ്ങാനും കിട്ടിയാലോ? എന്താ ഏട്ടാ, എന്നെ കളിയാക്കാണോ? ഒരു സത്യം പറയട്ടെ, ആ സമയത്ത് എനിക്ക് താൻ പുലിപ്പുറത്തിരിക്കുന്ന ദുർഗാദേവിയാണെന്ന് തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു വിശ്വരൂപമല്ലേ ഞാൻ കണ്ടത്. അയ്യോ, അത് ഞാനല്ല ഏട്ടാ. അത് തന്നെ ഞാനും പറയുന്നത്. തന്റെ ഉള്ളിലിരിക്കുന്ന അന്യൻ അപാരമായ ശക്തിയോടെ ശക്തി സ്വരൂപിണിയായിട്ട് ദർശനം തന്നു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. താൻ ചെയ്യണോടോ? അന്യായം കാണുമ്പോ അതിനെ എതിർക്കണം. ആ സമയത്ത് പോലും താനിങ്ങനെ മിണ്ടാതിരുന്നാൽ പിന്നെ താൻ എന്നേക്കുമായി ഊമയായിപ്പോ. ഒരു മുറിവുണ്ടാവുമ്പോൾ നമുക്ക് വേദനിക്കുന്ന എങ്ങനെയാണോ, അന്യായം നടക്കുമ്പോഴും അതേപോലെ ദേഷ്യം വരുന്നത് സർവ്വസാധാരണമാണ്. താൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യവുമില്ല. എന്നേട്ടൻ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. വീട്ടിലുള്ള എല്ലാവരും നല്ലവരാ. പക്ഷേ ഈ ഇളയമ്മ മാത്രം ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തമ്മിലടുപ്പിക്കാൻ നോക്കുന്ന. പണ്ട് മുതലേ ഇളയമ്മ അങ്ങനെ തന്നെയാണ്. തുടക്കകാലത്ത് ഭാവനേട്ടത്തേക്ക് അമ്മയ്ക്കിടയിൽ ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കിയത് ഇളയമ്മ. ഏട്ടത്തി തന്നെ പോലെ തന്നെയാ. ഒരു തവണ ഇളയമ്മയ്ക്ക് നല്ലൊരു വാണി കൊടുത്തു. ഏട്ടനും ഞാനും ഏട്ടത്തിക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്നു. അന്നു മുതൽ ഇളയമ്മ ഏട്ടത്തിയുടെ കയർക്കുന്നങ്ങ് നിർത്തി. ഇനി മുതൽ തന്റെ അടുത്തേക്ക് വരില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇളയമ്മ സന്തോഷത്തോടെ ഇരുന്ന് എല്ലാവരോടും സഹകരിച്ച് നിന്ന അതാ എന്റെ സന്തോഷം. കാർത്തിക, കാർത്തിക. ഹായ് റീത്ത. ഹായ്. നിനക്ക് സുഖാണോ? ഹായ് കല. സുഖമായിരിക്കുന്നോ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. നിങ്ങളെ എല്ലാവരെയും കണ്ടിട്ട് എത്ര നാളായി. അതെ, എന്താ ഇത്? ഇത്രയും സാധാരണ ഡ്രസ്സിൽ എന്താ വന്നേ? നിങ്ങൾ സാധാരണ ഇടുന്ന ഡ്രസ്സിനും ഈ ഡ്രസ്സിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ. നിന്റെ ഫാമിലി വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി അല്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ വന്നത്. ഓഹോ, ഒരു മിനിറ്റ്. ഏട്ടത്തി, എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ് 3 കോഫി ഇട്ട് തരുവോ? ശരി കാർത്തിക. നിങ്ങൾ വാ വാ. വാ വാ വാ, വന്നിരിക്കെ. അവിടെ പോയിരിക്കെ. നിന്റെ ഭർത്താവിന്റെ വീട് എന്തായാലും കൊള്ളാലോ. പുറത്തുനിന്ന് കാണുമ്പോ കുഴപ്പമില്ല, പക്ഷെ അകത്ത് നല്ല ടോർച്ചറിങ്ങാ. എന്തു പറ്റിയടി? അഖില നീ ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചത്? ലവ് ചെയ്യുമ്പോഴുള്ള ഹാപ്പിനെസ് മാരേജിലില്ല. അതുകൊണ്ടാ കല്യാണം കഴിക്കാതെ സുരേഷും ഞാനും ലിവിംഗ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നേ. നീ ചെയ്തത് നന്നായി. ഇഷ്ടമുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്രേക്കപ്പ് ആകാം. നിനക്കിപ്പോ എന്താടി പറ്റിയത്? അഖിലിന്റെ കൂടെ നീ ഇപ്പൊ ഹാപ്പി അല്ലേ?
അഖിലിന്റെ കാര്യത്തിലല്ല പ്രശ്നം, പക്ഷെ ലൈഫ് ഭയങ്കര ബോറിംഗാ. ഹൗസ് വൈഫ് ആയിട്ട് അതും ജോയിന്റ് ഫാമിലിയിൽ നിക്കണോന്ന് വെച്ചാ ഇത്ര ടോർച്ചറിംഗ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഹാപ്പി ആയിട്ട് പുറത്തൊക്കെ പോ, സിറ്റി മുഴുവൻ റൗണ്ട് അടിച്ച് വരാം. ബീച്ചിലേക്ക് ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് വരാം. ആ ഹാപ്പി ഡേയ്സ് ഒക്കെ പോയി ഇനി തിരിച്ചു വരില്ല. കൂട്ടിലടച്ച കിളിയെ പോലെ നീ എങ്ങനെ അടങ്ങിയിരിക്കുന്നേ? അത് തന്നെയാ എന്റെ വിഷമം. കാർത്തിക, കാർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കളിച്ചാലോ? ഈ ഈ വീട്ടിലോ? എന്താ എന്തേലും പ്രശ്നമുണ്ടോ? ആ, 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 ഇല്ല, നത്തിങ്. കളിക്കാം, നമുക്ക് കളിക്കാം. അയ്യോ, കുഴപ്പമൊന്നുമില്ല. ഇതെന്റെ ആന്റിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്ലി ആന്റി. ഹായ് ആന്റി. ഹൗ ആർ യു? ആരാ ഇതൊക്കെ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, കോളേജ് മേറ്റ്സ്. ഓ, എന്താ ഇത്? വീട്ടിനകത്ത് ചീട്ട് കളിയോ? നല്ല സമയം, ഏട്ടനെടുത്തും വീട്ടിലില്ല. വരൂ ആന്റി, ആന്റിയും കൂടെ ജോയിൻ ചെയ്യുന്നേ. എനിക്ക് കാർഡ്സ് കളി അറിയില്ല മോളെ. ആ, നിങ്ങൾ കളിക്ക്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം. ചേച്ചി, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. കോഫി കൊണ്ടുവന്നു. കോഫി എടുക്ക. കാർത്തിക, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ഏട്ടത്തി? നീ എന്താ ഈ കാണിക്കുന്ന കാർത്തിക? ഫ്രണ്ട്സിനോടൊപ്പം കാർഡ്സ് കളിക്കുവാണ്. എന്താ? കുട്ടികളൊക്കെ ഉള്ള വീടാ, ഇങ്ങനെയൊക്കെ വന്ന് കാണിക്കുന്നത് ശരിയാണോ? കുട്ടികൾ ഇത് കണ്ട് പഠിക്കില്ലേ? കുട്ടികൾ അതിനിപ്പോ വീട്ടിലില്ലല്ലോ ഏട്ടത്തി. കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പാടില്ല ഇവിടെ. എന്ത് പറ്റി കാർത്തികേ? വസു ഏട്ടത്തി, വീട്ടില് കാർഡ്സ് കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കാർഡ്സ് കളിക്കേണ്ടെന്ന് പറയാൻ അവരാരാ? കാർത്തികയുടെ ഏടത്തിയ മോളെ അത്? ഏട്ടത്തിയില്ലേ, അല്ലാതെ അമ്മായിയൊന്നും അല്ലല്ലോ കാർഡ്സ് കളിക്കാൻ പാടില്ലെന്ന് പറയാൻ. കാർത്തിയെ സംബന്ധിച്ച് അവൾക്ക് അമ്മായിയെ പോലെയാ. എന്താ ഇളമ ഈ കാണിക്കുന്നേ? കാർത്തിക തെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ ചെയ്യലെന്ന് പറയുന്നതിന് പകരം എൻകറേജ് ചെയ്യണോ?
നിങ്ങൾ ഇവരുടെ കൂടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണോ? എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തിനാ ഞങ്ങളെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? പുറത്ത് പോ, ഔട്ട്. ഒരെണ്ണം തന്നാലുണ്ടല്ലോ നിന്റെ മുഖം അങ്ങ് വീങ്ങിപ്പോവും. നീ ആരുടെ വീട്ടിൽ വന്നിട്ട് ആരോട് സംസാരിക്കുന്നത് നിനക്കറിയോ? എന്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്യാണോ വസുവേട്ടത്തി? ഫ്രണ്ട്സ് ആണെങ്കിൽ കൂട്ടം കൂടി നാട്ടുവർത്താനാ പറയേണ്ടത്, അല്ലാതെ കാർഡ്സ് കളിക്കുകയല്ല. കാർഡ്സ് കളിക്കുന്ന വല്ല ക്രൈമും ആണോ? ഈ വീട്ടിൽ അത് പാടില്ല എന്നുള്ളത് നിയമമാ. ബുൾഷിറ്റ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. നിന്റെ വീട് എവിടെയാടി? എന്റെ അമ്മ അങ്ങ് ഡൽഹിയിലാ, അച്ഛനാണെങ്കിൽ ബാംഗ്ലൂരും. ഞാനിവിടെ ഹോസ്റ്റലിലാ താമസിക്കുന്നേ. അതുകൊണ്ടാ നീ ഇങ്ങനെ ആയി പോയത്. നല്ലതും ചീത്തയും പറഞ്ഞു തരാൻ ആളില്ലാതെ നീയൊക്കെ തോന്നിയ പോലെ നടക്കുക. വാട്ട് ഈസ് ദിസ് കാർത്തിക? ഇങ്ങനെ ഇൻസൾട്ട് ആവാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചത്? This is too much, ഏടത്തി. എന്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്താ ഞാൻ വെറുതെ ഇരിക്കില്ല. എന്ത് പറ്റി കാർത്തിക? കണ്ടോ എടുത്തി, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കാർഡ്സ് കളിക്കുമായിരുന്നു. വസു എടുത്ത് വന്ന് തടഞ്ഞു. എന്റെ ഫ്രണ്ട്സിനെ എല്ലാം വഴക്കു പറഞ്ഞു. വീട്ടിൽ ആരെങ്കിലും കാർഡ്സ് കളിക്കോ കാർത്തിക? അത് തന്നെ ചേച്ചി ഞാനും പറഞ്ഞേ, പക്ഷെ മനസ്സിലാക്കുന്നില്ല. ഇവരാരാ? ഇതാണ് വലിയ ഇടത്തി. ഈ വീട്ടില് നിങ്ങളല്ലാതെ ബാക്കി എല്ലാവരും പഴയ പഞ്ചംഗം പോലെ ഉണ്ടല്ലോ ആന്റി. ഡി, ആരടി ഇവിടെ പഴഞ്ചൻ? അമ്മയുടെ അച്ഛന്റെ കൂടെ താമസിച്ചാലേ വീട് എന്താണെന്ന് നിനക്കൊക്കെ മനസ്സിലാവും. കാർത്തിയെ പോലെ നിങ്ങൾ ഈ വീട്ടിലെ മരുമകൾ മാത്രമാ. അവളെ ഇങ്ങനെ കമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്ത് റൈറ്റ്സാ ഉള്ളത്? നിങ്ങൾ ഈ കാണുന്ന കാർത്തിക എന്റെ കൂടപ്പിറപ്പിനെ പോലെയല്ല, എന്റെ സ്വന്തം അനിയത്തിയ. അവള് തെറ്റ് ചെയ്ത ശകാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സാ ഉള്ളത്? നിന്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട് കോഫി കൊണ്ടുവന്നത്. ഇന്ന് വെച്ച് നിങ്ങൾ ഈ കാർഡ്സ് കളിക്കുന്നത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഈ വീട്ടിൽ ചില നിയമങ്ങളും ശീലങ്ങളും ഒക്കെ ഉണ്ട്. അത് തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാ ഞാൻ വെറുതെ ഇരിക്കില്ല. ഈ വീട്ടിൽ ആരും കാർഡ്സ് കളിക്കില്ല കാർത്തിക. അമ്മയോ അച്ഛനോ ഇതൊക്കെ അറിഞ്ഞാ അത് വലിയ പ്രശ്നമാവും. നിന്റെ നല്ലതിന് വേണ്ടിട്ടാ വസു അങ്ങനെ പറഞ്ഞത്. നല്ലതെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് അവളെ അപമാനിക്കാണോ ഭാവനെ? ഈ വീടിനെ വീടാക്കി നിർത്തണം. വേറെന്തെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് ഇളയമ്മയ്ക്ക് അറിയാലോ, എന്നെ അറിയാലോ. ഇതൊരു വീടല്ല, ശരിക്കും ഒരു നരകമാ. ഒട്ടും സ്വാതന്ത്ര്യമില്ല. ഈ നരകത്തിൽ നീ എങ്ങനെയാ ജീവിക്കുന്നേ? ഇത് ബോറടിയൊന്നുമല്ല, ടോർച്ചറാണ്. അഖിലിനെ കല്യാണം കഴിച്ചതാ നീ ചെയ്ത തെറ്റ്. സിംഗിൾ ആയിരുന്നെങ്കിൽ നിനക്ക് ഹാപ്പി ആയിട്ടിരിക്കായിരുന്നു. എടി, 3 പേരും മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോ. എന്റെ അനിയത്തിയുടെ മനസ്സ് മാറ്റം വന്നതാണോ? അടക്കോ ഒതുക്കോ ഇല്ലാതെ ജീവിക്കുന്നതാണോ നിങ്ങളുടെയൊക്കെ ജീവിതം? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സന്തോഷമാണ്, അല്ലാതെ സ്വയം നശിക്കലല്ല. ഇറങ്ങിപ്പോ. എന്റെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് ഓടിക്കാണോ എടുത്തി? ഇനി ഒരു നിമിഷം കൂടി ഇവരിവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഇനി ഒരു തവണ കൂടി ഇവർ ഈ വീട്ടിലേക്ക് വന്ന കൈയും കാലും തല്ലി ഒടിച്ച് ഞാൻ ഓടിച്ചു വിടും. ഇനിയും എന്തിനാണ് ഇവിടെ ഇരിക്കുന്നേ? ഔട്ട്. ഒന്ന് നിന്നേ. ജാസ്മിൻ, ഒന്ന് നിക്ക്. നികിത,
കല കല ഒന്ന് നിന്നേ. പോവല്ലേ. അവരെ തടയേണ്ട കാർത്തിക, ഇല്ലെങ്കിൽ നിനക്കായിരിക്കും കിട്ടുക. എന്റെ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ഏട്ടത്തിയുടെ ഫ്രണ്ട്സ് വരുമ്പോ ഞാനും ഇങ്ങനെ ചെയ്താ എങ്ങനെ ഇരിക്കും? എല്ലാവരും നിന്റെ ഫ്രണ്ട്സിനെ പോലെ അല്ല കാർത്തിക. അവരുടെ ഒന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങനെ എല്ലാരും മര്യാദയില്ലാതെ പെരുമാറുന്നത്. നിന്റെ കല്യാണം കഴിഞ്ഞു, ഈ വീട്ടിലെ മരുമകളാ നീ. ഇതൊരു കൂട്ടുകുടുംബമാണ്. ഈ കുടുംബത്തിൽ ചില നിയമങ്ങളും ശീലങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നീ മനസ്സിലാക്കണം. അതറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. നിനക്കിപ്പോ ഞങ്ങളോട് ദേഷ്യമായിരിക്കും കാർത്തികേ, പക്ഷെ നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. നിന്റെ ശീലങ്ങളൊക്കെ മാറ്റിക്കോ. എപ്പോഴും ഒരേപോലെ ആകണമെന്നില്ല കാർത്തിക, നീ ശ്രദ്ധിച്ചിരുന്നോ? പ്രായമായില്ലേ? നിങ്ങൾക്കെങ്കിലും കാർത്തികയ്ക്ക് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? വസു കണ്ടതുകൊണ്ട് ഇത് അങ്ങനെ അങ്ങ് തീർന്നു. അമ്മയോ അച്ഛനോ എങ്ങനെ കണ്ടിരുന്നെങ്കിൽ കാർത്തികയുടെ അവസ്ഥ എന്താകുമായിരുന്നു? നിങ്ങൾ കാർത്തികയ്ക്ക് നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ നശിപ്പിക്കുകയാണ്. ഇത് ശരിയല്ല ഇളയമേ. മോളെ മോളെ ഞാൻ പറയുന്ന കേക്ക്. കാർത്തിക, 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 എന്താടി കാണിക്കുന്നത്? എന്താ കാണിക്കുന്നതെന്ന് നിനക്ക് എന്താടി പറ്റിയത്? എന്നെ തടയാതെ അഖിൽ. വിടറി, നിനക്ക് എന്താടി പറ്റിയത്? ഈ വീട്ടിലെ ഞാൻ മരുമകളാണോ അതോ ജോലിക്കാരിയാണോ? വസു ഏട്ടത്തിയും ഭാവനേട്ടത്തിയും മാത്രമാണോ ഈ വീട്ടിലെ മരുമക്കൾ എന്ന് ഞാനല്ലേ? ഇപ്പൊ ആരടി അങ്ങനെ പറഞ്ഞത്? വേറെ ആരാ? നീ തലയിലെടുത്ത് വെച്ചിരിക്കുന്നില്ലേ നിന്റെ ബസ്സുവേടത്തി. ഇളയമ എന്താ ഈ പറയുന്നേ? ബസ് എടുത്തി ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും അങ്ങനെ പറയില്ല. ഡയറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല അഖിൽ. ആ സെൻസ് വരുന്ന രീതിയിൽ അപമാനിച്ച പോരെ? ബസ് എടുത്തിയ സ്വപ്നത്തിൽ പോലും അങ്ങനെ ആരും അപമാനിക്കില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ബസുവിനെ സപ്പോർട്ട് ചെയ്യല്ലാതെ നിന്റെ കൂടെ നിക്കില്ലാന്ന്. ആദ്യം എന്താ സംഭവിച്ചെന്ന് പറയ ഇളയമേ. എന്ത് സംഭവിച്ചാലും നിനക്കെന്താടാ? ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നീ തീർക്കാൻ പോവാ? മര്യാദയ്ക്ക് പറഞ്ഞോ എന്താ സംഭവിച്ചത്? ഈ വീട്ടിൽ എനിക്ക് ഫ്രീഡം ഉണ്ടോ ഇല്ലയോ പറ. എന്തുകൊണ്ടില്ലടി? നിന്റെ ഫ്രീഡം ആരാ ഇവിടെ ഇല്ലാതാക്കിയത്? വസു എടുത്തി എന്നെ ഒരു സ്ലേവ് ആയിട്ടാ കാണുന്നത്. ഈ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യണോ എന്ത് ചെയ്യണ്ടെന്ന് അവരാണോ ഡിസൈഡ് ചെയ്യുന്നേ? ആദ്യം നീ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് എന്നോട് പറയും. എന്താടാ കാർത്തിക് എന്താ ചെയ്തെന്ന് പോലും അന്വേഷിക്കാതെ അവളാണ് തെറ്റ് ചെയ്തതെന്ന് നീ നേരത്തെ അങ്ങ് തീരുമാനിക്കുക. കാർത്തിക ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ബസ് എടുത്തി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങളുടെ ഏട്ടത്തിയോട് നിങ്ങൾക്ക് അത്രയ്ക്കാണോ വിശ്വാസം? നീ ചെയ്ത തെറ്റെന്താണെന്ന് ആദ്യം എന്നോട് പറയും. കുറച്ചു നേരം മുമ്പ് എന്നെ കാണാൻ എന്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവരുടെ മുന്നിൽ വെച്ച് ബസ് എടുത്തി എന്നെ വഴക്ക് പറയുകയും അപമാനിക്കുകയും ചെയ്തു. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്റെ മാനം പോയി. നാളെ മുതൽ ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? എങ്ങനെ ഞാൻ അവരുടെ മുന്നിൽ പോകും? നിങ്ങൾ വെറുതെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോ ബസ് എടുത്തി ഒന്നും പറയാൻ വഴിയില്ല. വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യം ആദ്യം എന്നോട് പറയും. ഒന്നുമില്ലടാ, കുറച്ച് സമയം പോവാൻ വേണ്ടി അവര് കാർഡ്സ് കളിച്ചതാ. അത് വലിയ തെറ്റാ? എന്താന്ന്? ഈ വീട്ടില് ചീട്ട് കളിച്ചെന്നോ? എന്താ ക്ലബിൽ പോയി കളിക്കാറില്ലേ? കാസിനോയിൽ ആൾക്കാർ പോവുമല്ലോ. അപ്പൊ വീട്ടിലിരുന്ന് കളിക്കുന്നത് തെറ്റാണോ? ഈ ഒരു കാര്യത്തിനാ വസു എടുത്ത് എന്നെ വഴക്ക് പറഞ്ഞത്. എന്റെ ഫ്രണ്ട്സിനെ ഇറക്കി വിട്ടു. അവർക്ക് ഈ റൈറ്റ്സ് ആര് കൊടുത്തു? ഏട്ടത്തി ആയതുകൊണ്ടേ വെറും 2 വാക്കിൽ അങ്ങ് പറഞ്ഞു നിർത്തി. അതിന് പകരം ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ നിന്റെ ചെവിക്കളി രണ്ടും അടിച്ച് പൊട്ടിച്ചേനെ. എന്താണ് നീ ഇങ്ങനെ പറയുന്നേ? ഒരു രസത്തിന്റെ കാർഡ്സ് കളിച്ചാ അതിലെന്താ തെറ്റ്? ഇവക്കാണെങ്കിൽ ഒരു മണ്ണം കട്ടേ അറിയില്ല. ഇളയമ മുതിർന്ന ആളല്ലേ, നിങ്ങളുടെ അറിവ് എവിടെ പോയി? ചെറുതിലെ മുതലും ഇളയമ ഈ വീട്ടിലല്ലേ നിൽക്കുന്നത്. എന്നിട്ട് ഈ വീട്ടിൽ ആരെങ്കിലും ചീട്ട് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മക്കാർക്ക് ശീലമില്ലാത്തോണ്ട് നമ്മൾ കളിക്കുന്നില്ല.
നിങ്ങൾക്ക് ആ കണ്ടീഷൻ ഉണ്ടാകും, പക്ഷെ എനിക്കില്ലല്ലോ അഖിൽ. എന്റെ വീട്ടില് മൈ മോം, ഡാഡ് ആൻഡ് ഫ്രണ്ട്സ് ഞാനും എല്ലാവരും ഒരുമിച്ചിരുന്ന കാർഡ്സ് കളിക്കുന്നേ. ഈ വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. ഇനി ഒരു തവണ കൂടി നീ ഇത് ആവർത്തിച്ച നിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കും. എന്താടാ ആ ബസു നീയും കൂടി ഇവളെ വഴക്ക് പറഞ്ഞ ഇവളുടെ അവസ്ഥ എന്താ? ഇത്രയും പ്രായമായിട്ടും ബുദ്ധി ഉപദേശിക്കുന്നതിന് പകരം ഇളയമയോളെ സപ്പോർട്ട് ചെയ്യാ. ഈ കാര്യം അങ്ങനെ അച്ഛനോ അമ്മയോ അഭിയേട്ടനോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ചീട്ട് കളിച്ചതിന് ഇവളെയും സപ്പോർട്ട് ചെയ്തതിനും ഇളയമയും പിന്നെ എന്നെയും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. ഇത് വസുവെടുത്തി കണ്ടതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു. ശരി, ആ കാർഡ്സ് എവിടെ വെച്ചിരിക്കുന്നത് പറയും. നിക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഈ കാർഡ്സ് ഇപ്പോഴും ഇവിടെ വച്ചോണ്ടിരിക്കുക അല്ലേ?